ഡെസിമൽസ് നമ്മൾക്ക് ചുറ്റും ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മേ ബി ഫോർ റെപ്രസെൻറ്റിങ് ഹൈറ്റ് വെയിറ്റ് ഇനി അല്ല നിങ്ങൾ ഒരു ടൈലർ ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങളുടെ മെഷർമെന്റ്സ് എടുക്കും അല്ലെ ഇപ്പൊ ഇത്ര ലെന്ത് ഷോൾഡർ ലെന്ത് 14.3 അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് സൈസ് നമ്മളിങ്ങനെ ലെന്തും കാര്യങ്ങളും ഹൈറ്റ് വെയിറ്റ് അങ്ങനെയുള്ള മെഷർമെന്റ്സ് എല്ലാം എടുക്കുമ്പം ഡെസിമൽസ് നമ്മൾ കാണാറുണ്ട് അതെല്ലേ ഇപ്പൊ 14.3 ഹൈറ്റ് പറയുവാണെങ്കിൽ 150.5 സെന്റിമീറ്റർ 5.5 അടി അപ്പൊ നമ്മൾ വെയിറ്റ് പറയുവാണെങ്കിലും നമ്മൾ പറയും 57.5 അപ്പൊ അങ്ങനെയുള്ള കേസസിലെല്ലാം നമ്മൾ ഡെസിമൽസ് എന്നുള്ള കാര്യം യൂസ് ചെയ്യാറുണ്ട് ഡെസിമൽസ് ആക്ച്വലി നമ്മൾ മാത്തമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പൊ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുമ്പോഴത്തേക്കിന് അവിടെ പ്രൈസസ് ഒക്കെ നമ്മൾ ഓരോ ഐറ്റംസിന്റെ ഒക്കെ പ്രൈസ് നോക്കുമ്പോഴാണെങ്കിലും അവിടെയും ഡെസിമൽസ് നമുക്ക് കാണാൻ പറ്റും എപ്പോഴും നമുക്കൊരു കറക്റ്റ് ഒരു റൗണ്ട് ഓഫ് എമൗണ്ടിലായിരിക്കത്തില്ല കിട്ടുന്നത് ഡെസിമൽസ് നമുക്ക് നമ്മളുടെ ചുറ്റും ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചുറ്റും നമുക്ക് ഈ ഡെസിമൽസിനെ പറ്റി അറിയാനും കാണാനും സാധിക്കും അപ്പം ഈ ഡെസിമൽസിനെ പറ്റി കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് മേ ബി നിങ്ങളുടെ ഫർദർ സ്റ്റഡീസിലാണെങ്കിലും ഈ ഡെസിമൽസ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡെസിമൽ ഫ്രാക്ഷൻസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് സോ what is this actually decimals ഇതിപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർവ്യൂ ചെയ്യാം what is decimal നിങ്ങൾ ഓൾറെഡി ലോവർ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കുന്നത് ഡെസിമൽ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് നമ്പർ ആണ് which has two parts ഏതൊക്കെ പാർട്സ് ആയിരിക്കും ഒരു ഹോൾ നമ്പർ പാർട്ടും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഒരു ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടായിരിക്കും ആൻഡ് what is this whole number part എന്ന് പറയുന്നത് നമുക്കൊരു ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റിൽ കിടക്കുന്നതായിരിക്കും ഹോൾ നമ്പർ പാർട്ട് and to the right of the decimal point we have the fractional part അതാണ് അപ്പൊ ഹോൾ നമുക്കൊരു മൊത്തത്തില് അതിനെ ഡെസിമൽ നമ്പർ ആണ് നമുക്ക് വിളിക്കാൻ പറ്റും ഇപ്പൊ ഞങ്ങൾ കണ്ട എക്സാമ്പിൾ ആണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 34.7 അതൊരു ഡെസിമൽ നമ്പർ ആണ് കാര്യം അതിനൊരു ഡെസിമൽ പോയിന്റ് ഉണ്ട് അതിനൊരു ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട് അതേപോലെ തന്നെ ഒരു ഹോൾ നമ്പർ പാർട്ടും ഉണ്ട് അല്ലേ now what is this representation of the decimal എങ്ങനെയാണ് നമുക്കൊരു ഡെസിമലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക പറഞ്ഞു നമുക്ക് ഡെസിമൽ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു ഡെസിമൽ പോയിന്റ് ഇപ്പുറത്തേക്ക് ഹോൾ നമ്പർ പാർട്ടാന്നും റൈറ്റിലേക്ക് ഫ്രാക്ഷണൽ പാർട്ടാന്നും മനസ്സിലായി അപ്പം ഈ ഫ്രാക്ഷണൽ പാർട്ടും ഈ ഹോൾ നമ്പർ പാർട്ടിലും നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് അതായത് ഫസ്റ്റ് പ്ലേസ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി ഡെസിമൽ പോയിന്റ് ഏതായിരിക്കും വൺസ് പ്ലേസ് ആയിരിക്കും പിന്നെ ടെൻസ് പ്ലേസ് വരും 100 പ്ലേസ് വരും 1000 10,000 അങ്ങനെ അങ്ങോട്ട് പോകും ഇനിയും ഡെസിമലിന് ആഫ്റ്റർ ഉള്ളതാണെങ്കിലോ 10th അതായത് 0.1 എന്ന് പറയുന്നത് എന്താണ് 1/10 അതായത് പവർ ഓഫ് 10 കുറഞ്ഞു വരും അല്ലെ റൈറ്റ് സൈഡിലോട്ട് പോകും തോറും കുറഞ്ഞും വരും ലെഫ്റ്റ് സൈഡിലോട്ട് പോകും തോറും കൂടിയുമാണ് വരുന്നത് അല്ലെ 10 എന്ന് പറയുന്നത് ബിഗർ ആയി വരും ഇപ്പുറത്തോട്ട് പോകുമ്പോഴോ 10 കുറഞ്ഞു വരും അതായത് 1/10 1/100 എന്നുള്ള രീതി അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് പൊസിഷനെ 100th പ്ലേസ് എന്ന് വിളിക്കുന്നത് 0.01 പിന്നെ 1000th പ്ലേസ് 10,000th പ്ലേസ് അപ്പൊ നമുക്ക് ഓരോ പൊസിഷൻ അനുസരിച്ചാണ് അതിന്റെ പ്ലേസ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും അല്ലെ ഫസ്റ്റ് പ്ലേസിലാണെങ്കിൽ ആഫ്റ്റർ ദ ഡെസിമൽ ടു ദി റൈറ്റ് എന്തായിരിക്കും 10th പ്ലേസ് അപ്പൊ അതിന്റെ വാല്യൂ എത്രയാണ് 0.1 ആഫ്റ്റർ അതിനുശേഷം ഉള്ളത് 100th പ്ലേസ് അപ്പൊ 0.01 വരും പിന്നെ 1000 പ്ലേസ് 10,000 പ്ലേസ് അപ്പം ഇതാണ് നമ്മളൊരു ഡെസിമൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് അപ്പൊ ജസ്റ്റ് ഹോൾ നമ്പർ പാർട്ട് ഉണ്ടെന്ന് മനസ്സിലായി ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടെന്ന് മനസ്സിലായി ആ ഹോൾ നമ്പർ പാർട്ടിൽ 10 എന്ന് പറയുന്നതിന്റെ പവേഴ്സ് അത് 10 എന്ന് പറയുന്നത് കൂടി വരും 10 ആവും അത് 100 ആവും 1000 ആകും ഇനി ഫ്രാക്ഷണൽ പാർട്ട് നോക്കിയാലോ 10 എന്ന് പറയുന്നത് കുറഞ്ഞു വരും 1/10 1/100 1/1000 അങ്ങനെ പോകും okay so this is how we should represent a decimal okay let's see one question represent decimal 17.591 അപ്പം 17.591 നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 17 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് ഹോൾ നമ്പർ പാർട്ട് അല്ലെ ഇനി 591 എന്ന് പറയുന്നതായിരിക്കും ആഫ്റ്റർ ദ ഡെസിമൽ ഉള്ളതാണ് റൈറ്റിൽ ഉള്ളത് കൊണ്ട് അതിനെ നമുക്ക് ഫ്രാക്ഷണൽ പാർട്ടും എന്ന് പറയാൻ പറ്റും ഇനി ഇതിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അതായത് 17.591 we have the decimal point and 17 in the 10th and unit പ്ലേസിലും വരും 591 കറസ്പോണ്ടിംഗ്ലി ഏത് പൊസിഷൻസിലൊക്കെ ആയിരിക്കും വരിക 10th പ്ലേസിൽ 100th പ്ലേസിൽ 1000th പ്ലേസ് മൂന്ന് പ്ലേസസ് ആണ് അല്ലെ ഇനി നോക്കിക്കഴിഞ്ഞാൽ
To the right, we have 10 times smaller ആയിട്ട് വരികയാണ്, and to the left side 10 times bigger ആയിട്ടാണ് വരുന്നത്. Okay, this is how we should represent. ഇനി വേറെ എക്സാമ്പിൾ നോക്കിയാലോ, 6905.0728. അപ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, ഡെസിമൽ നമ്പേഴ്സ് വരുമ്പോൾ ഡെസിമൽ നമ്പറിന്റെ ഹോൾ നമ്പർ പാർട്ടിനെ നമ്മൾ 6905 എന്നൊക്കെ പറയും. പക്ഷെ ഡെസിമലിന് ശേഷമുള്ളതിനെ നമ്മൾ 728 എന്ന് പറയത്തില്ല, 0728. എങ്കിൽ മാത്രമേ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ, ഏതാണ് ഫ്രാക്ഷൻ പാർട്ട് ഏതാണ് ഹോൾ നമ്പർ പാർട്ട് എന്നുള്ളത്. സോ 6000 അപ്പൊ പ്രൊനൗൺസ് ചെയ്യുമ്പോഴും നമ്മൾ ആഫ്റ്റർ ദ ഡെസിമൽ ഉള്ള നമ്പേഴ്സ് എന്തായിരിക്കും, അതിനെ ഓരോ അക്കങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ നമ്പേഴ്സ് ആയിട്ട് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. അപ്പം ഈ ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ എങ്ങനെയായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്? 6905.0728. ഇനി അതല്ല ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത്രയും നമ്പർ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വേണം പറയാനായിട്ട്, അല്ലാതെ 728 എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തത്തില്ല. ഓക്കെ, അതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയും ഈ ഒരു ഡെസിമൽ നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1000, 100 വൺസ് പ്ലേസിൽ ഏതൊക്കെയായിരിക്കും? 6, 9, 0, 5 4 പൊസിഷൻസ് ഓക്കുപ്പൈ ചെയ്യും. ആൻഡ് വി ഹാവ് ദ ഡെസിമൽ പോയിന്റ് ആൻഡ് ബാക്കി 0728 സീറോ ആഫ്റ്റർ ദ ഡെസിമൽ ആണെങ്കിലും ആ സീറോ എന്ന് പറയുന്നത് ഏത് പൊസിഷനിലായിരിക്കും? 10th പ്ലേസിലായിരിക്കും അല്ലെ. പിന്നെ 7, പിന്നെ 2, പിന്നെ 8. സീറോയ്ക്ക് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ 6905.728 എന്ന് പറഞ്ഞ് എഴുതരുത്. സീറോ ഉണ്ടെങ്കിൽ സീറോയും അവിടെ റെപ്രസെന്റ് ചെയ്ത് വെക്കണം. ഓക്കെ, മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, do you know what is this fractions are and how they are related to decimals? ഈ ഡെസിമലും ഫ്രാക്ഷനും തമ്മിൽ റിലേഷൻ ഉണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി ദേ ആർ റിലേറ്റഡ്. അതായത് നമുക്കൊരു ഡെസിമൽ കിട്ടിയാൽ അതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാം, ഫ്രാക്ഷൻ കിട്ടിയാൽ അതിനെ തിരിച്ച് നമുക്ക് ഡെസിമൽ ആയിട്ടും കൺവേർട്ട് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലാണെങ്കിലും നമുക്ക് ആ ഒരു ഡെസിമൽ കൺവേർഷൻ ടു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ടു ഡെസിമൽ എന്നുള്ള കൺവേർഷൻസ് വരാറുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഫ്രാക്ഷൻസിന്റെ ഐഡിയ എന്താണെന്ന് അറിയണം, അതേപോലെ തന്നെ ഡെസിമൽസിന്റെ ഐഡിയയും നന്നായിട്ട് അറിയണം, എങ്കിൽ മാത്രമേ കൺവേർഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദേ ആർ റിലേറ്റഡ്. ഇപ്പൊ ഡെസിമൽ കിട്ടിക്കഴിഞ്ഞാൽ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാനും പറ്റും, ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡെസിമൽ ആക്കാനും പറ്റും. ഇറ്റ്സ് എ ടു ആൻഡ് ഫ്രോ. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഇസ് ദിസ് ഡെസിമൽ ഫ്രാക്ഷൻസ്. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ട് എംഫസൈസ് ചെയ്ത് പഠിക്കാനുള്ളതും ഡെസിമൽ ഫ്രാക്ഷൻസിനെ പറ്റിയാണ്. ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെസിമൽ ഫ്രാക്ഷൻസ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഫ്രാക്ഷൻസ് ഇൻ വിച്ച് അതിന്റെ ഡിനോമിനേറ്ററുകൾ എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആയിരിക്കും. മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 100 ആവാം, 1000 ആവാം, 10,000 ആവാം, അങ്ങനെ അങ്ങനെ പോകും അല്ലെ. സോ ഫ്രാക്ഷൻ ഇൻ വിച്ച് ഡിനോമിനേറ്റർ ഇസ് ഇക്വൽ ടു 10 ഓർ മൾട്ടിപ്പിൾസ് ഓഫ് 10 വരുന്നതിനെയാണ് ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഫ്രാക്ഷൻ ആകുമ്പം എന്തായാലും അതിനൊരു ന്യൂമറേറ്ററും കാണും, ഒരു ഡിനോമിനേറ്ററും കാണും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 1/10 എന്ന് പറയുന്നത് ഇതിനെ കൺവേർട്ടിംഗ് ടു ഡെസിമൽ ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? 0.1 ആയിരിക്കുമല്ലോ. അതായത് നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്താണ്? 10 ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈസിലി അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഡെസിമൽ ആയിട്ട് മാറ്റാം. എങ്ങനെയാണ്? 1 പ്ലേസ് നമ്മൾ ടു ദി ലെഫ്റ്റ് മൂവ് ചെയ്യണം. എത്ര സീറോസ് ഉണ്ട് 10ല്? ഒരു സീറോ. അപ്പൊ ഒരു പൊസിഷൻ മാറ്റിയിട്ട് അവിടെ ആയിരിക്കും ഡെസിമൽ ഇടുക. അതായത് നമുക്ക് കിട്ടുന്ന ഡെസിമൽ എങ്ങനെയായിരിക്കും? 0.1. ഇനി 2/100 ആണെന്നുണ്ടെങ്കിലോ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? 2/100, 100 ശ്രദ്ധിക്കുക, അത് ഡിനോമിനേറ്റർ എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 10 ആന്ന് പറഞ്ഞു. അതിൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ്. അപ്പൊ 2 പ്ലേസസ് ടു ദി ലെഫ്റ്റ് നമ്മൾ മൂവ് ചെയ്യണം. 1, 2. അപ്പം അവിടെയാണ് ഡെസിമൽ ഉണ്ട്. അപ്പൊ ഈ ഒരു പൊസിഷൻ നമ്മൾ എന്താണ്? സീറോ ആയിട്ട് ഫില്ല് ചെയ്യണം. സോ വാട്ട് വി ഗെറ്റ്? 2/100 is equal to 0.02. ഇപ്പൊ നമ്പർ ഉണ്ടെങ്കിൽ നമ്പർ ഇടുക, നമ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ പൊസിഷൻ മൂവ് ചെയ്യുമ്പോൾ അവിടെ നമ്പർ ഇല്ലെങ്കിൽ അതിനെ സീറോസ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് എഴുതി വെക്കാം. ഓക്കെ, ഓർക്കുക, നമ്മൾ 2/100നെ നമ്മൾ ഡെസിമൽ ആക്കുമ്പോൾ ടു ദ ലെഫ്റ്റ് ആണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. 100ൽ 2 സീറോസ് ആണ്. സോ 2 പ്ലേസസ് നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? ഇനി
7/1000 ആണെന്നുണ്ടെങ്കിലോ 7/1000. 1000ൽ എത്ര പൂജ്യം ഉണ്ട്? 3 സീറോസ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എത്ര പ്ലേസസ് മൂവ് ചെയ്യണം? 3 പ്ലേസസ് മൂവ് ചെയ്യണം. ജസ്റ്റ് കൗണ്ട് ദി നമ്പർ ഓഫ് സീറോസ്. എത്ര സീറോസ് ഉണ്ടോ അത് കൗണ്ട് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ മോളിൽ പക്ഷെ ഒരു നമ്പറേ ഉള്ളൂ. അതായത് 1 പ്ലേസ്, 2, 3 പ്ലേസ് മൂവ് ചെയ്തു. ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത് സീറോസ് ആയിട്ട് ഫിൽ ചെയ്യുക. ഇവിടെ ആയിരിക്കും നമ്മുടെ ഡെസിമൽ വരിക. സോ വാട്ട് വിൽ ബി ദ ആൻസർ? 0.007. നമുക്ക് മുന്നിലും സീറോ ആണ്. നമ്മുടെ ഹോൾ നമ്പർ പാർട്ട് ഒന്നും ഇല്ല, സീറോ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് 0 അല്ലെങ്കിൽ 0.007. ചിലപ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 0.007 എന്നായിരിക്കും ചിലപ്പോൾ റെപ്രസെന്റ് ചെയ്യുക. കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ സീറോ ഇട്ട് തന്നെ നമുക്ക് ഒരു കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകും. ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ നിങ്ങൾ യൂസ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾ സീറോ എന്നുള്ളതും വിട്ടിട്ട് ചിലപ്പം 0.007 എന്നൊക്കെ പറഞ്ഞ് ഇടത്തുള്ളൂ. അതും അക്സെപ്റ്റബിൾ ആണ്. ബട്ട് സീറോ ഇടുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് നിങ്ങൾ പഠിച്ചു വരുന്നതാണ്. അപ്പൊ സീറോസിൻ്റെത് നമ്മൾ ഹോൾ നമ്പർ പാർട്ടിൽ ഇട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്കും പഠിക്കാനും എക്സാമിന് എഴുതുമ്പോഴാണെങ്കിലും ടീച്ചറിനും മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ ആ ഡോട്ട് ഇൻ കേസ് നമ്മുടെ ഒന്ന് ലൈറ്റർ ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ടീച്ചറിന് ആ ഡെസിമൽ പോയിന്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ 007 ആയിരിക്കും വായിക്കുക. അപ്പം സീറോ മുന്നിലുണ്ടെങ്കിൽ എന്തായാലും ടീച്ചറിന് മനസ്സിലാവും, ഒരു എന്താ പറയാ, അവിടെ ആ കുട്ടി കറക്റ്റ് ആയിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്തെന്നുള്ള മനസ്സിലാവും. അപ്പൊ ആ ഒന്നുകിൽ ആ ഡെസിമലിനെ നല്ല ഡാർക്ക് പോയിന്റ് നമ്മൾ നല്ല ബോൾഡ് ചെയ്തിട്ട് കുറച്ച് ഡാർക്കർ ആയിട്ട് ഇടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ആണെങ്കിലും സീറോ എന്നുള്ളത് സീറോയ്ക്ക് മുന്നുള്ളത് ഡെസിമൽ ഇച്ചിരി ഡാർക്കർ ആയിട്ട് ഇടാമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ 0.007 എന്ന് പറഞ്ഞ് തന്നെ ഇടുന്നതായിരിക്കും ബെറ്റർ വേർഷൻ. ഓക്കെ, നൗ അപ്പൊ മനസ്സിലായാലും എന്താണ് ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്? 10 അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് 10, ഇപ്പൊ 10, 100, 1000 ഒക്കെ വരുമ്പോഴത്തേക്കിന് അതിനെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? ജസ്റ്റ് കൗണ്ട് ദി നമ്പർ ഓഫ് സീറോസ് ഇൻ ദ ഡിനോമിനേറ്റർ, എന്നിട്ട് അത്രയും പ്ലേസസ് ടു ദി ലെഫ്റ്റ് മൂവ് ചെയ്യുക. ഡെസിമൽ പോയിന്റ് ഇടുക, അതിന് മുന്നുള്ള ഹോൾ നമ്പർ പാർട്ടിനെ സീറോ വെച്ചും ഫില്ല് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇപ്പൊ നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ സെറ്റില് ഈ തരുന്ന ഫ്രാക്ഷൻസിനെ എല്ലാം ഡെസിമൽ ആക്കാനും സെക്കൻഡ് സെറ്റില് ഡെസിമൽ തന്നിട്ട് അതിനെ ഫ്രാക്ഷൻ ആക്കാനുമാണ്. അപ്പം 3/10 ജസ്റ്റ് നമ്മൾ കണ്ടാണ് 3/10 ഒരു സീറോ ഉള്ളൂ. സോ നമുക്ക് 1 പ്ലേസ് മൂവ് ചെയ്താൽ മതി. സോ വാട്ട് വിൽ ബി ദ ആൻസർ? 0.3. ഇനി 32/100. 32/100 നമ്മൾ 2 പ്ലേസ് മൂവ് ചെയ്യണം. 1, 2 places. So what will be the answer? 0.32. സിമ്പിൾ അല്ലേ? അത്രയും 2 പ്ലേസസ് മൂവ് ചെയ്താൽ മതി. ഇനി 258/100 അതിൽ 3 സീറോസ് ആണുള്ളത് അല്ലെ 1000-ല്. അപ്പൊ നമ്മൾ എത്ര പ്ലേസസ് മൂവ് ചെയ്യണം? 3 places. 1, 2, 3 places. അപ്പൊ നമ്മുടെ ഡെസിമൽ എന്തായിരിക്കും വരിക? 0.258. ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, now what is the next conversion? Decimal നെ fraction ആക്കി മാറ്റണം. 0.8. 0.8 എന്ന് പറയുമ്പോൾ എന്താണ്? Only one place to the right of decimal. അപ്പം 8/10 ആയിരിക്കും. ഇനി 0.77 ആണെങ്കിലോ 2 places ഉണ്ട്. അപ്പൊ 1, 2 place. അപ്പം ഇതിപ്പോ എന്താണ്? ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കും, നേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകും. അതായത് ഡെസിമൽ ഉണ്ട്, മുമ്പ് ഡെസിമൽ കിട്ടാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. ഇപ്പൊ നമ്മൾ എന്താണ്? റൈറ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. കാരണം ഡെസിമൽ ഉണ്ട്, ഫ്രാക്ഷൻ ആണ് ആക്കേണ്ടത്. അപ്പം എന്തായാലും നമുക്ക് എന്താണ്? റൈറ്റിലേക്ക് മൂവ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ 2 പ്ലേസസ് മൂവ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ 77 കിട്ടും. എത്ര പ്ലേസസ് ആണ് മൂവ് ചെയ്തത്? 2. അപ്പൊ 2 സീറോ വരുമല്ലോ, അതായത് 77/100 ആയിരിക്കും ആ ഫ്രാക്ഷൻ. ഓക്കെ, ഇനി 675 ആണെങ്കിലോ ആഫ്റ്റർ ഡെസിമൽ 3 പ്ലേസ് നമ്മൾ മൂവ് ചെയ്യണം. 1, 2, 3. എത്രയോ ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും ഡിജിറ്റ് പൊസിഷൻസ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. 675 ഉള്ളതുകൊണ്ട് നമ്മൾ 3 പ്ലേസ് മൂവ് ചെയ്യുന്നു. അപ്പൊ 675 കിട്ടി മോളില്. അപ്പൊ എത്ര പ്ലേസസ് ആണ് നമ്മൾ മൂവ് ചെയ്തത്? 3 പ്ലേസസ്. സോ 3 പൂജ്യങ്ങൾ വേണം. അതായത് 3 പൂജ്യം വരുന്നത് ഏതാണ്? 1000-ലല്ലേ? സോ നമ്മൾക്ക് എന്ത് ഫ്രാക്ഷൻ കിട്ടും? 675/1000 എന്ന് പറഞ്ഞു കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ ടു ഫ്രാക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഫ്രാക്ഷൻ ടു ഡെസിമലും ഡെസിമൽ ടു ഫ്രാക്ഷനും ഒറ്റ ഒരു സ്ലൈഡിൽ കാണിച്ചതിന് അർത്ഥം മനസ്സിലായോ? ഫ്രാക്ഷൻ ടു ഡെസിമൽ ആണെങ്കിൽ നമ്മൾ ടു ദ ലെഫ്റ്റ് ആയിരിക്കും മൂവ് ചെയ്യുക, എന്നിട്ട് ഡെസിമൽ പോയിന്റ് ഇടുന്നു. ഓക്കെ, ഇനി ഡെസിമൽ തരുമ്പോൾ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ഡിനോമിനേറ്റർ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേണ്ടിയതാണ്. സോ അതിനു വേണ്ടി നമ്മൾ ഈ ഡെസിമലിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. അത് എഴുതുക, എന്നിട്ട് എത്ര പ്ലേസസ് ആണോ മൂവ് ചെയ്ത് അതേ ഡിവൈഡഡ് ബൈ അത്രയും പവേഴ്സ് ഓഫ് അല്ലെ മൾട്ടിപ്പിൾസ് ഓഫ് 10 എഴുതി വെക്കുക.
ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് ഫ്രാക്ഷൻ ടു ഡെസിമൽ ആക്കുന്നതും പിന്നെ ഡെസിമൽ ടു ഫ്രാക്ഷൻ ആക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെസിമൽ ടു ഫ്രാക്ഷൻ ചെയ്യണം. അപ്പൊ ഫ്രാക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഡെസിമൽ തന്നിട്ടുണ്ട്. സിംപ്ലി നമുക്ക് 92/100 എന്നുള്ളത് കിട്ടും. ഇനി അതല്ല, ഒരു എങ്ങനെയാണ് ഒരു കറക്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡെസിമൽ ആയിട്ടുള്ള 10th പ്ലേസിൽ 9ഉം പിന്നെ 100th പ്ലേസിൽ 2 ആണുള്ളത്. അപ്പൊ 9/10 പ്ലസ് 2/100 ആണല്ലോ. 9 കിടക്കുന്ന 10th പ്ലേസിലും 2 കിടക്കുന്ന 100th പ്ലേസിലുമാണ്. ഇങ്ങനെ എഴുതാമല്ലോ. ഇനി നമ്മൾ ഇതിന്റെ LCM ഒക്കെ എടുത്തു കഴിയുമ്പം 90/100 plus 2/100 which is equal to 92/100 എന്ന് പറഞ്ഞു കിട്ടും. This is a fraction which we required. Okay. ഇനി 0.675 എങ്ങനെ എഴുതാൻ പറ്റും? 6 എന്ന് പറയുന്നത് ഫസ്റ്റ് 10th പ്ലേസിലാണ്. അപ്പൊ അതിനെ 6/10 എന്ന് എഴുതാമല്ലോ. പ്ലസ് അടുത്ത പ്ലേസിലുള്ള 7 ആണ്. ഓരോ ഡിജിറ്റ്സിനെ ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് 10ൽ എഴുതുവാണ്. അപ്പൊ 7/100 പ്ലസ് 5 മൂന്നാമത്തെ പ്ലേസിലാണ്, അതായത് 100th കഴിഞ്ഞിട്ടുള്ള 1000th പ്ലേസിൽ. അപ്പൊ ഡിവൈഡഡ് ബൈ 1000. ഇതിനെ ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് 600 പ്ലസ് 70 പ്ലസ് 5 ഹോൾ ഡിവൈഡഡ് ബൈ 1000 എന്നാവും. LCM ഒരേപോലെ ആക്കി. അത് കഴിയുമ്പം ഇതിന്റെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 600 പ്ലസ് 70 പ്ലസ് 5 വി ഗെറ്റ് 675 ഡിവൈഡഡ് ബൈ 1000. നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ ആക്ച്വലി നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ആ ഒരു പ്ലേസസ് മൂവ് ചെയ്യുന്നത് സിമ്പിൾ ട്രിക്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ആൻസറിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതായത് 10th പ്ലേസിലുള്ള 6/10 എന്ന് എഴുതി, അടുത്ത പ്ലേസിലുള്ള 7/100 എന്ന് എഴുതി, അതിന്റെ അടുത്ത നെക്സ്റ്റ് 1000th പ്ലേസിലുള്ളതിനെ 5/1000 എന്ന് എഴുതി. എന്നിട്ട് അതിനെ എല്ലാം ഒരേപോലെ ആക്കുക. ടു ദ ബേസ് എന്താണ്? ടു നമ്മുടെ ഡിനോമിനേറ്റർ 1000ലേക്ക് ആക്കുന്നു, ആഡ് ചെയ്യുന്നു, വി ഗെറ്റ് ദ ആൻസർ 675/1000. ഇനി 0.0306നെ നമ്മൾ എങ്ങനെ എഴുതും? 0യുടെ താഴെ എന്തായാലും 10 ആണ്. 3 എന്താണ് അതിന്റെ താഴെ വരുന്നത്? 100 ആയിരിക്കും. മൾട്ടിപ്പിൾസ് ഓഫ് 10 100 വരും. അടുത്ത 0/0 എന്ത് വാല്യൂ കൊടുത്താലും ഇറ്റ്സ് 0 ഉള്ളി. ഇനി 6/10,000th പ്ലേസ് ആയല്ലോ. ഇനിയും ഇതിനെ ഓരോന്നിനെയും നമ്മളൊന്ന് ഒരുമിച്ച് എഴുതിക്കേ. 0 ആദ്യത്തെ വാല്യൂ എന്തായാലും 0 ആണ്. പ്ലസ് 300, അതായത് നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് ഡിനോമിനേറ്ററിലെ ലാർജസ്റ്റ് വാല്യൂ എന്താണ്? 10,000. അപ്പൊ അതിലേക്ക് എത്തിക്കണം. അപ്പൊ 100 ഉള്ളൂ. 100 കൂടെ ഇൻറ്റു 100 കൂടെ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് 300 കിട്ടുന്നത്. പ്ലസ് 0 പ്ലസ് 6 ഹോൾ ഡിവൈഡഡ് ബൈ 10,000. നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ബേസ് 10,000 ആണ് നമ്മൾ 10,000ലേക്ക് എടുക്കുന്നത്. സോ 300 പ്ലസ് 6 306 ഡിവൈഡഡ് ബൈ 10,000. ഇതല്ലേ ഇതിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പം ഈ 3 നമ്പേഴ്സും ഞാൻ കാണിച്ചത് ഓരോന്നിന്റെ പൊസിഷൻ അനുസരിച്ചാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ LCM എടുത്തിട്ടാണ് കണ്ടുപിടിച്ചത്. സോ ദിസ് ദ കറക്റ്റ് വേ. ഈ നേരത്തെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ആണ്. നമുക്ക് ഇപ്പം നിങ്ങൾ ഫർദർ മുന്നോട്ട് പോകുന്നതാണെങ്കിലും നമുക്ക് ഈ ഡെസിമൽസ് എവിടെയെങ്കിലും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാനോ ആഡ് ചെയ്യാനോ എന്തൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ആയിട്ടാണ് പറഞ്ഞത്. ഡെസിമൽ കിട്ടുമ്പോഴത്തേക്കിന് അതിന്റെ റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. എന്നിട്ട് എത്ര പ്ലേസസ് ആണോ മൂവ് ചെയ്ത് അതായത് ഡിവൈഡഡ് ബൈ അത്രയും സീറോസ് ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പൊ നമ്മുടെ മൾട്ടിപ്പിൾസ് ഓഫ് 10 കിട്ടും എന്ന് അർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടാലോ. സോ അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചു ഡെസിമൽ ഫ്രാക്ഷൻസിനെ പറ്റിയാണ്. അതായത് വെൻ ദ പവേഴ്സ് അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്താണ് 10 അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് 10 ആയിരുന്നു കിട്ടിയിരുന്നത്. നൗ there are cases when the powers of 10 is not there in the denominator. നമ്മുടെ ഡിനോമിനേറ്റർ ചിലപ്പോൾ പവേഴ്സ് ഓഫ് 10 ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് കിട്ടുമ്പോഴാണെങ്കിലും നമുക്ക് എന്താണ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഡയറക്ട്ലി 10 ഇല്ല, പക്ഷെ 10ലേക്ക് ആക്കിക്കൊണ്ട് വരാമല്ലോ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത്, അതായത് വേറൊരു നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ പവേഴ്സ് ഓഫ് 10ലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് the fractions in decimal form. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം തന്നേക്കുന്ന ഓരോ ക്വസ്റ്റ്യനിലും ശ്രദ്ധിച്ചാൽ അറിയാം ഇറ്റ്സ് ഫ്രാക്ഷൻസ് ആർ ഗിവൻ അല്ലെ. അപ്പൊ അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 7/2ൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡിനോമിനേറ്ററിൽ 2 ആണ്, ഇവിടെയോ 5 ആണ്, ഇവിടെ ഡിനോമിനേറ്ററിലോ 25 and here it is 8.
അപ്പൊ നമ്മൾ ഓരോ ഡിനോമിനേറ്റർ നോക്കിയാലും 10 അല്ല, പവേഴ്സ് ഓഫ് 10ഉം അല്ല. അപ്പൊ നമുക്ക് എന്താണ്, എന്തെങ്കിലുമൊക്കെ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അതേപടി ന്യൂമറേറ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഇൻ ടേംസ് ഓഫ് 10 അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് 10ലേക്ക് ഡിനോമിനേറ്ററിനെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പിന്നെ എളുപ്പമായി. ബാക്കി നമ്മൾ ഡെസിമൽ ഫ്രാക്ഷനിൽ കണ്ട പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ 7/2 10 കിട്ടാവല്ലോ. 10 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 2നെ ഇൻറ്റു 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ പറഞ്ഞു താഴെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ അതേപടി ചെയ്തോണം. സോ 7 5s are 35 divided by 2 5s are 10 which is equal to 3.5. ഇതാണല്ലോ നമുക്ക് ഡെസിമൽ ഫോം കിട്ടിയല്ലോ. ഇനി 9/5 ആണെങ്കിലോ സിമ്പിൾ, നമുക്ക് 5 ഉണ്ട് ഡിനോമിനേറ്ററിൽ. സോ ഡെഫിനറ്റ് ആയിട്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിലും 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 9 2s are 18 divided by 10 which is equal to 1.8. ഡെസിമൽ കിട്ടിയല്ലോ. ഇനി 12/25 ആണെങ്കിലോ 12/25നെ നമുക്കറിയാം ഇൻറ്റു 10 ആയിട്ട് പറ്റത്തില്ല. 10 കഴിഞ്ഞിട്ടുള്ള അടുത്ത മൾട്ടിപ്ലൈ ഏതാണ്, 100 ആണ്. 100ലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 25 ഇൻറ്റു 4 ആണല്ലോ 100. അപ്പം മുകളിൽ നമ്മൾ 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. സോ 12 4s are എത്ര കിട്ടും, 48 divided by 100. സോ വാട്ട് ഇസ് 48 by 100? 2 പ്ലേസസ് പോയേ, അപ്പൊ എന്ത് കിട്ടും, 0.48. ഡെസിമൽ കിട്ടിയല്ലോ. Now last question, 3/8. 3/8 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 divided by 8. 8നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കാര്യം ഈ 8നെ നമുക്ക് ഇൻ പവേഴ്സ് ഓഫ് 10ലെ കൊണ്ടുവരേണ്ടി വരും അല്ലെ. അപ്പം 8 നമുക്കറിയാം 8 is actually 4 into 2 അല്ലെ. 4 എന്ന് പറയുന്നത് എന്താണ്, 2 into 2 ആണല്ലോ, into 2. അതായത് 4നെ നമ്മൾ വീണ്ടും 2 into 2 ആയിട്ട് എഴുതി. സോ ഇത് നമ്മള് പവേഴ്സ് എക്സ്പോണൻസ് ഒക്കെ പഠിച്ചപ്പം നമുക്ക് പവേഴ്സ് എങ്ങനെ എഴുതുന്നത്, ഇതിനെ 2 raised to, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, 1 ഉണ്ട്, നമുക്ക് ഇതിനെ എല്ലാം കൂടെ 2 ക്യൂബ് എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. അതായത് 3/8നെ നമുക്ക് വീണ്ടും 3 divided by 2 ക്യൂബ് എന്ന് എഴുതാം ആണല്ലോ. ഇനിയും ഇതിനെ നമ്മള് 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവോ, ഇല്ല. കാരണം നമ്മുടെ പവർ 3 ആണ്. അപ്പൊ ഇതേ പവർ തന്നെ 5ന്റെ മുകളിലും പവർ 3 വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യം എളുപ്പമായി. സോ 3 into 5 cube. What is 3 into 5 cube? 3 into 5 cube. 5 cube is 125 divided by 2 cube into 5 cube. അപ്പൊ നമുക്ക് ഈ 2 cube into 5 cube എന്ന് പറയുമ്പം ഇതിനെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാൻ പറ്റും, 2 into 5 the whole cube. അതിനെ മൊത്തത്തിൽ പുറത്തെടുത്തു. അപ്പം 2 into 5 എത്ര, 10. 10 ക്യൂബ് ആണല്ലോ കിട്ടുന്നത്. സോ ഇവിടെ ഡിനോമിനേറ്റർ എന്തായിരിക്കും, 10 ക്യൂബ് അല്ലെങ്കിൽ 10 into 10 into 10, അതായത് 1000 വരും. And now we get 125 into 3, we get it as 375 divided by 1000. And what is the final answer? നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു, 0.375 എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുക. സോ 3/8നെ നമുക്ക് എങ്ങനെ ഡെസിമൽ ആയിട്ട് കിട്ടി, 8നെ സ്പ്ലിറ്റ് ചെയ്തു ഇൻ പവേഴ്സ് ഓഫ് 2ന്റെ പവർ, 2 ക്യൂബ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഇനിയും 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് ചെയ്തെങ്കിലേ നമുക്ക്, കാരണം 2 into 5 എന്നുള്ളതാണ് 10. അപ്പൊ 10ലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ 2ന്റെ മുകളിലുള്ള അതേ പവർ തന്നെ 5ന് മുകളിലും ഇട്ട് കൊടുക്കണം. വെറും 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുമിച്ച് അതിനെ നമുക്ക് ബ്രാക്കറ്റിലാക്കാൻ പറ്റില്ല. സോ 2 ക്യൂബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 ക്യൂബ് തന്നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻ ദ ഡിനോമിനേറ്റർ ആൻഡ് ദ ന്യൂമറേറ്റർ, എന്നിട്ട് ബാക്കി സിംപ്ലിഫൈ ചെയ്യുക. 7/20. ഇനി 7/20നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 7 divided by 20 ആക്ച്വലി ഇൻറ്റു 5 കൊണ്ട് എഴുതാൻ മതിയല്ലോ. 20 into 5 is 100. So we get, അത് കുറച്ച് സിമ്പിൾ ആണ് അല്ലെ. 7 5s are 35 by 100. ഇതെല്ലാം ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. 35 by 100 which is nothing but 0.35. Now 3/40. 3/40നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 40 എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പോവാ. 5 into 8, 8 5s are 40 ആണല്ലോ. 5 into 8 എന്ന് പറയുന്നത് ആക്ച്വലി 2 ക്യൂബ് ആണ് നമ്മൾ കണ്ടു അല്ലെ. അതായത് 3നെ അപ്പൊ നമ്മൾ അതായത് 3 divided by 40 എന്നുള്ളത് 5 into 2 ക്യൂബ് എന്ന് എഴുതി. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ, 2ന്റെ പവർ എത്ര, 3 ആണ്. അപ്പം നമുക്ക് 5ന്റെ പവറും 3ലേക്ക് എത്തണം. അപ്പൊ അതിനായത് ഇതിന്റെ കൂടെ നമ്മൾ 5 സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ഇൻ ദ ഡിനോമിനേറ്റർ ആൻഡ് ദ ന്യൂമറേറ്റർ.
അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 into 5 square is 25 divided by 2 cube into 5 cube അല്ലെ? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു പവർ 1 ഉണ്ട്, അപ്പൊ 5 cube കിട്ടും. which is nothing but 25 into 3 എത്രയാണ്? 75 divided by 2 cube into 5 cube. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടു 2 into 5 the whole cube ആണ്, which is nothing but 75 divided by 2 5s are 10. 10 cube എന്ന് പറയുന്നത് എന്താണ്? 10 മൂന്ന് വട്ടം മൾട്ടിപ്ലൈ ചെയ്യും, ദാറ്റ് ഇസ് 1000 അല്ലെ? ഇപ്പൊ 75 by 1000 കിട്ടും, ദാറ്റ് ഇസ് 0.075 എന്ന് പറയുന്നതായിരിക്കും അതിന്റെ വാല്യൂ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 by 16. 5 by 16 5 by 16 16 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 raised to 4 ആണ് 16 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഒരു 5 raised to 4 വെച്ചിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. we get 5 raised to 5 divided by 2 into 5 the whole raised to 4. അപ്പൊ 5 raised to 5 എന്തായിരിക്കും വരിക? 3125 നമുക്ക് വാല്യൂ അതായിരിക്കും വരിക 5 raised to 5ന്റെ. ആൻഡ് ഇനി നമുക്ക് നോക്കേണ്ടത് 2 into 5 10 10 raised to 4 വരും, അതായത് 3125 the whole divided by 10 raised to 4 എന്ന് പറയുമ്പോൾ 4 പൂജ്യം, 1 2 3 4 പൂജ്യം. അപ്പൊ 4 പൊസിഷൻ മൂവ് ചെയ്തേ ടു ദ ലെഫ്റ്റ് എന്ത് വരും? നമുക്ക് 0.3125 എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, now 3 by 160 എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? 16 കിട്ടി, ഇവിടെ 3 by 160 ചെയ്യണം. അപ്പൊ 3 divided by 160 നമുക്ക് 2 raised to 5 into 5 എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. അതായത് 32 into 5 അല്ലേ 160 എന്ന് പറയുന്നത്? എനി ഡൗട്ട്? 160 എന്ന് പറയുന്നത് 32 into 5 ആണ്. 32 എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? 2 raised to 5 ആണ്. സോ 2 raised to 5 into 5 എന്ന് പറഞ്ഞ് എഴുതി. പക്ഷെ 5ന്റെ പവറും 5ലേക്ക് തന്നെ എത്തിക്കണം. അതായത് ഒരു 4 എണ്ണത്തിന്റെ കുറവുണ്ട്, ഒരു പവർ ഇവിടെ ഉണ്ട്, 4 എണ്ണം കൂടെ വേണം. അപ്പൊ അതേ പവർ മുകളിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് 3 into 5 raised to 4, that is 3 into 5 raised to 4 is 625 the whole divided by 2 raised to 5 into 5 raised to 5. 3 into 625 we get 1875 the whole divided by 2 into 5 the whole raised to 5, which is equal to 1875 the whole divided by 10 raised to 5. But powers of 10 ആയല്ലോ, അതായത് 1875ന്റെ താഴെ 5 പൂജ്യം, 1 2 3 4 5 പൂജ്യം ഇടുക. 5 10 raised to 5 എന്ന് പറഞ്ഞാൽ 5 പൂജ്യം ഇടുക എന്നാ. അപ്പം അതായത് നമ്മളിപ്പോ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഡെസിമലിലേക്കാണ് നമുക്ക് വേണ്ടത്. 3 4 5 പൊസിഷൻ, അപ്പൊ 0.0185 എന്ന് വരും. 4 പൊസിഷൻ ഇതിന്റെ 1 2 3 4 4 പൊസിഷൻ, പിന്നെ ഒരു പൂജ്യം വരും. എത്ര പൂജ്യം ഉണ്ട്? 5 പൂജ്യങ്ങളുണ്ട് അല്ലെ? അപ്പം 0.01875 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. ദാറ്റ് ഇസ് ദ ഡെസിമൽ ഫോം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു ഡെസിമലിനകത്ത് തന്നെ നമ്മൾ കണ്ടു ഫ്രാക്ഷൻസിനകത്ത് തന്നെ അതിന്റെ ഡിനോമിനേറ്റർ വെൻ ഇറ്റ് ഇസ് നോട്ട് 10 or powers of 10 നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. കറസ്പോണ്ടിംഗ്ലി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഇൻ പവേഴ്സ് ഓഫ് 10 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് 10ലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തെടുത്തത്. ഓക്കെ, ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദിസ് സെക്ഷൻ. ഇനിയും അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് പറയുന്നത് ഡെസിമൽ ഫോംസിനെ അതിന്റെ സംസ് ആയിട്ട് തന്നിട്ട് അതിന്റെ കറക്റ്റ് മൊത്തം കൂടെയുള്ള ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം. സംസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, അത് ആഡ് ചെയ്ത്. അപ്പൊ നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/5 പ്ലസ് 1/25. 25 എങ്ങനെ എഴുതാം? 5 സ്ക്വയർ ആയിട്ട് എഴുതാമല്ലോ. പ്ലസ് 1/125 വിച്ച് ഇസ് 5 ക്യൂബ്. മൂന്നിനെയും ഓരോ പവേഴ്സ് ഓഫ് 5 ആയിട്ട് എഴുതി. അതായത് 5 സ്ക്വയർ 25 ആണ്, 125നെ 5 ക്യൂബ് അങ്ങനെ എഴുതി വെച്ചു. ഇനി നമുക്ക് ഇതിനെ പവേഴ്സ് ഓഫ് 10 വേണം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യത്തെ 1/5നെ ഇൻറ്റു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പൊ നമുക്ക് 10 കിട്ടും. രണ്ടാമത്തെ 5 സ്ക്വയറിനെ നമ്മൾ ഇൻറ്റു 2 സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം 5ന്റെ മുകളിലുള്ള പവർ 2 ആണ്. ഇപ്പൊ 5 ആണ് തരുന്നതെങ്കിൽ 5ന്റെ മുകളിലുള്ള പവർ ശ്രദ്ധിക്കുക. ഇനി അതല്ല 2 ആണെങ്കിൽ 2ന്റെ മുകളിലുള്ള പവർ ശ്രദ്ധിക്കുക. ഇവിടെ 2 ആണ്, അതുകൊണ്ട് 2 സ്ക്വയറും കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു മുകളിലും താഴെ. പ്ലസ്
ഇവിടെ എന്താണ് 5ന്റെ മുകളിലെ പവർ 3 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ക്യൂബും കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇൻ ദ ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 divided by 2 5 are 10 plus 2 square is 4 divided by ഇതെന്താണ് 5 into 2 is 10. 10 square എന്താണ് 100 വരും. പ്ലസ് 2 ക്യൂബ് 8 ആണ് നമുക്കറിയാം. ഡിവൈഡ് ബൈ 5 into 2 into 5 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 into 5 the whole cube എന്ന് എഴുതാം അല്ലെ. അതെന്താണ് 2 5s are 10. 10 ക്യൂബ് എന്താണ് 1000 അല്ലെ. അപ്പം ഇതൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 by 10 എന്താണ് 0.2 പ്ലസ് 4 by 100 is 0.04 plus 8 by 1000 എന്താണ് 0.008. ഇനിയും ഇത് ആഡ് ചെയ്ത് ഫൈനൽ ആൻസർ എഴുതുമ്പോഴാണ് ചില കുട്ടികൾ മിസ്റ്റേക്ക് വരുന്നത്. അപ്പം 2 4 8 ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കിനെ ഒരുമിച്ച് ഒറ്റയടിക്ക് വാല്യൂ എഴുതി വെക്കരുത്. ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് നമ്മുടെ വർക്ക്ഷീറ്റിന്റെ സൈഡിൽ ഇച്ചിരി സ്പേസ് എടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എന്തായിരിക്കും കിട്ടുക? 0.2 0.04 0.008 ആഡ് ചെയ്തേ 8 4 2 0.248 ഇതല്ലേ ഫൈനൽ ആൻസർ കിട്ടുക. സോ ഈ ഒരു സമ്മിന്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.248. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഒരു പാറ്റേൺ നിങ്ങൾ ചെയ്തു തന്നെ മനസ്സിലാവും. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 1 by 5 plus 1 by 5 square plus 1 by 5 cube plus 1 by 5 raised to 4. ഇതിൽ ഓൾറെഡി 5ന്റെ പവേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ 2ന്റെ പവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടിട്ട് സോൾവ് ചെയ്താൽ മതി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ 1 by 5 അതിന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം പവേഴ്സ് ഓഫ് 10ലേക്ക് കൊണ്ടുവരാൻ. പ്ലസ് 1 by 5 square 5 square എന്താണ്? അതിന്റെ കൂടെ നമ്മൾ 2 സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് സെയിം പവറിലേക്ക് കൊണ്ടുവന്നു. മൂന്നാമത്തെ ടേം നോക്കിക്കഴിഞ്ഞാൽ 1 by 5 ക്യൂബ് ആണ്. അപ്പൊ അതിനെ 1 divided by 5 ക്യൂബിനെ 3 ആണ് പവർ കിടക്കുന്നത്. അപ്പൊ 2 ക്യൂബും കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. ഇൻറ്റു 2 ക്യൂബ് പ്ലസ് 5 raised to 4നെ എങ്ങനെയാണ് പവർ 4 ആണ്. സോ നമുക്ക് 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 raised to 4 ഇൻറ്റു 2 raised to 4. ഇനി നമുക്ക് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. സോ 1 into 2 is 2 2 by 10 പ്ലസ് കുറച്ച് ഭാഗം നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. 2 സ്ക്വയർ 4 ആണ് ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ് ഇസ് 4 ഇൻറ്റു 25 അങ്ങനെ നോക്കിയാലും മതി 100 പ്ലസ് 2 ക്യൂബ് 8 ഡിവൈഡഡ് ബൈ 5 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചാണ് വിച്ച് ഇസ് 1000 പ്ലസ് 2 raised to 4 എത്രയാണ് 16 ഡിവൈഡഡ് ബൈ 2 raised to 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 2നെ 4 വട്ടം മൾട്ടിപ്ലൈ ചെയ്യും. 2 ഇൻറ്റു 2 4 കിട്ടും. ഇവിടെയും 2 ഇൻറ്റു 2 എന്താണ് 4 കിട്ടും. അതായത് 4 ഇൻറ്റു 4 16 അങ്ങനെയാണ് 2 raised to 4 16 എന്ന് പറഞ്ഞത്. ഇനി 5 raised to 4 ഇൻറ്റു 2 raised to 4നെ എങ്ങനെ എഴുതാൻ പറ്റും? അതായത് 5 raised to 4 ഇൻറ്റു 2 raised to 4നെ നമുക്ക് 5ഉം 2നെയും കോമൺ ആയിട്ട് എടുത്തു 2 ഇൻറ്റു 5 the whole raised to 4 എന്ന് കൊടുത്തു. ദാറ്റ് ഇസ് 10 raised to 4. 10 raised to 4 എന്ന് പറഞ്ഞാൽ 10,000 അല്ലെ 4 പൂജ്യം വരുന്നത് ആണല്ലോ. ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്തേ. 0.2 പ്ലസ് 0.04 പ്ലസ് 0.008 പ്ലസ് 16നെ എത്ര പ്ലേസ് മൂവ് ചെയ്യണം? 1 2 3 4 പ്ലേസസ്. അപ്പൊ 0.0016 ആണല്ലോ. ഇതിന്റെ വർക്ക്ഔട്ട് ആണ് ഏരിയ ആണ്. ഓക്കെ, ഇനിയും ഇത് ഡൗട്ട് ഉള്ളവര് ഒന്ന് ആഡ് ചെയ്ത് മുമ്പത്തെ പോലെ തന്നെ അഡീഷൻ ചെയ്ത് തന്നെ നോക്കിക്കോ. ഡൗട്ട് അല്ലാതെ ചുമ്മാതെ ചാടി കയറി എഴുതണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കി. ചാടി കയറി 0.24816 എന്നൊന്നും എഴുതിയേക്കരുത്. അപ്പൊ അത് കറക്റ്റ് അഡീഷൻ ചെയ്ത് തന്നെ നോക്കുക. 0.2 0.04 0.008 0.0016 ലാസ്റ്റ് മൈന്യൂട്ട് സ്റ്റെപ്പിലായിരിക്കും ചിലപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് വരുത്തുക. അപ്പൊ ഈ ഒരു അഡീഷൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ തീരും. ചിലർ ഇത് 24816 എന്ന് പറഞ്ഞ് എഴുതും. അത് തെറ്റാണ്. ആഡ് ചെയ്ത് നോക്കുക. 6 ഇവിടെ വരും, കണ്ടോ ഈ പൊസിഷനിൽ കണ്ടോ. 8 + 1 9 ആണ് നമുക്ക് കിട്ടുക. പിന്നെ ഇവിടെ 4 ആണ്, ഈ പൊസിഷനിൽ 2, ബാക്കി മൊത്തം 0 ആണ്. സോ വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ? The sum will be 0.2496. അപ്പൊ മനസ്സിലായോ? നമ്മൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം 8 + 1 9 വരും.
അല്ലാതെ നമ്മൾ ഡയറക്ട്ലി ചുമ്മാതെ ഇത്രയും കണ്ടിട്ട് 0.24 ചിലപ്പോൾ എഴുതി വെക്കുന്ന ഇങ്ങനെ ആയിരിക്കും 0.24816 എന്ന് പറഞ്ഞ് എഴുതി വെക്കും. ഇത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ആഡ് ചെയ്ത് നോക്കിയിട്ട് തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, now let's see one more question. 1/2 plus 1/2 square plus 1/2 cube. ഇപ്പൊ ഇത് വന്നേക്കുന്നത് 2ന്റെ പവേഴ്സിലാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 2 into 5 മുമ്പേ ചെയ്ത പ്രൊസീജിയർ തന്നെ. ഇപ്പൊ ഇത് 5 കൊണ്ട് ചെയ്യുന്നു മാത്രം. 1/2 സ്ക്വയർ ഉള്ളത് കൊണ്ട് പവർ 2 ആയതുകൊണ്ട് 5നെ പവറും 2 ആയിരിക്കണം. സോ ഇൻറ്റു 5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ പവർ ഓഫ് 2 എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് തന്നെ 5 ക്യൂബും കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 5 ക്യൂബ്. അപ്പം ഇനി എന്താ സോൾവ് ചെയ്ത് നോക്കിയേ. 5 ഡിവൈഡഡ് ബൈ 2 5s are 10 പ്ലസ് ഇവിടെ എന്താണ് 5 സ്ക്വയർ 25 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ദാറ്റ് ഇസ് 4 ഇൻറ്റു 25 വിച്ച് ഇസ് നത്തിങ് ബട്ട് 100 plus 5 cube is 125 divided by 2 cube into 5 cube. നമ്മൾ മുമ്പേ കണ്ടതാണ് which is nothing but 1000. ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തേ. 0.5 plus 0.25 plus 0.125. ഇനിയും ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ആവല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. 0.5 0.25 0.125. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ് 5 plus 2 രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലെ. അപ്പൊ 5 plus 2 7 വരും. ഇവിടെയോ 5 plus 2 7 7 plus 1 8 0.875 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ. This is how we should approach the problem. Okay, അപ്പൊ നമ്മൾ പവേഴ്സ് ഓഫ് 10 അല്ലാത്തതിനെ പവേഴ്സ് ഓഫ് 10ലേക്ക് ആക്കിയിട്ട് നമ്മൾ ബാക്കി സോൾവ് ചെയ്തെടുക്കുന്നത്. Okay, now last question. A 2-digit number divided by another 2-digit number gives 4.875. അതായത് നമുക്കൊരു 2-digit നമ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, അത് വേറൊരു 2-digit നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് പറയുന്നത് 4.875. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് ഈ 2-digit നമ്പർ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ഉള്ള എന്ത് നമ്പേഴ്സ് ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഏതോ രണ്ട് നമ്പറുകൾ ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിലുണ്ട്. അത് 2 ഡിജിറ്റേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മളിപ്പോ പറയുവാണെങ്കിൽ 98 അല്ലെങ്കിൽ 95 62. അപ്പം അതാണ് 2-digit നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുവരെ രണ്ട് 2-digit നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് ഗിവ്സ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത് 4.875 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന നമ്പർ ഏതാണ് 4.875 ആണ്. ആണല്ലോ, ഇതൊരു ഡെസിമൽ നമ്പർ ആണല്ലോ. ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ പറ്റുമല്ലോ. ഫ്രാക്ഷൻ ആക്കി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏത് ഡിജിറ്റ് ഓഫ് നമ്പേഴ്സ് ഏത് 2-digit നമ്പർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം 4.875നെ നമുക്ക് എന്താണ് ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് 10ലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം 4875 ആണല്ലോ. ഡെസിമലിന് 3 പ്ലേസ് മുന്നോട്ട് പോയേ 1 2 3 3 പ്ലേസ് റൈറ്റിലോട്ട് പോയി 4875 ഡിവൈഡഡ് ബൈ 1 2 3 3 പ്ലേസ് പോയി. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട 4875ഉം 1000ഉം ഇതിനെ 4875നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും കിട്ടുക 975 ആണ് കിട്ടുക. ഓക്കെ, 975 ആൻഡ് 1000 ഡിവൈഡഡ് ബൈ 5 എന്താണ് 200 കിട്ടും. അപ്പം ഇത് കറക്റ്റ് ആണോ? നമുക്കിപ്പോ കിട്ടിയ ആൻസർ ഇത് നമുക്ക് കോഷ്യന്റ് 975ഉം റിമൈൻഡർ 0യും കിട്ടും. ഇനി വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അതായത് ഓരോ തവണ അതിനെ ചെറുതാക്കി ആ ഫ്രാക്ഷൻ എന്താണ് ചെറുതാക്കി കൊണ്ടുവരണം. ഇതിപ്പോ അക്സെപ്റ്റബിൾ ആണോ? അല്ല, കാരണം ഇത് 3 ഡിജിറ്റ് ആണ് അല്ലെ. അപ്പൊ വീണ്ടും നമ്മൾ ഒന്നുകൂടെ അതിനെ റെഡ്യൂസ് ചെയ്യണം. അപ്പൊ 975നെ വീണ്ടും 5 കൊണ്ട് കട്ട് ചെയ്തേ എന്ത് കിട്ടും ഡിവൈഡഡ് ബൈ 5 ചെയ്തേ 975 ഡിവൈഡ് ബൈ 5 എത്രയാണ് 195 അല്ലെ. ഡിവൈഡ് ബൈ 200 ഡിവൈഡ് ബൈ 5 വിച്ച് വിൽ യു ഗെറ്റ് ആസ് 40. ഇനിയും വീണ്ടും പറ്റുമോ? കാരണം ഇത് 3 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ ഇതും പറ്റത്തില്ല, വീണ്ടും നമ്മൾ ചെയ്യണം. അപ്പൊ 195നെ വീണ്ടും ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 3 5s are 15 45 9 39 ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ 5 8 വരും. ഇത് കണ്ടുകൊണ്ട് നമ്മൾ നിർത്തരുത്. കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും 39 എന്ന് പറയുന്നത് ഒരു 2-digit നമ്പർ ആണ്. ഇനിയും താഴെയുള്ളത് 8 ആണ്. അതൊരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 2-digit നമ്പർ തന്നെ വേണം.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ലീസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2 ആണല്ലോ. അതിന് 2നെയും കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വാട്ട് യു വിൽ ഗെറ്റ് 39 into 2 എന്ത് കിട്ടും? 78 ഡിവൈഡഡ് ബൈ 8 2s are 16. ഇപ്പൊ നോക്കിക്കേ, മോളത്തെ ഏതൊരു 2 ഡിജിറ്റ് നമ്പർ ആണ്, താഴത്തെ ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. സോ our answer is 78 by 16. അപ്പൊ അതായത് ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 78ഉം 16ഉം ആയിരിക്കും the two numbers എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 195/40 ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത് 39/8 ആണ്. പക്ഷെ അതില് ഡിനോമിനേറ്ററിൽ 8 കിടക്കുന്ന കാരണം നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ചോദിച്ചിരിക്കുന്നത് 2 ഡിജിറ്റ് നമ്പർ ആണ്. ഇപ്പൊ 2 ഡിജിറ്റ് നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഏറ്റവും നമ്മുടെ ലീസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2 ആണല്ലോ. അപ്പൊ 2 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനാൽ വലിയ വ്യത്യാസവും വരത്തില്ല. 39 into 1ഉം 8 into 1ഉം ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും നമുക്ക് ആ സെയിം നമ്പർ തന്നെ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 2 ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 78ഉം താഴെ 16ഉം കിട്ടും. അതായത് ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 78ഉം 16ഉം ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? സോ let's come to the summary part. നമ്മളപ്പോൾ കണ്ടു ഡെസിമൽ ഫോംസ് എന്ന് പറയുന്നത് അതിനൊരു ഹോൾ നമ്പർ പാർട്ടും ഉണ്ടായിരുന്നു, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്, which is separated by a decimal point. ഇനിയിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് ഡെസിമൽ ഫ്രാക്ഷൻസിനെ പറ്റിയായിരുന്നു. There are fractions in which the denominator are equal to multiples of 10 അല്ലെങ്കിൽ 10 ആയിരുന്നു. ഇനി there are fractions whose denominator not powers of 10. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയും നമ്മൾ ഡെസിമൽ ആയിട്ട് കണ്ടുപിടിച്ചു. എങ്ങനെ? by multiplying with some proper number. 2 മാത്രമുള്ളെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അതല്ല പവേഴ്സ് ഓഫ് 2 ഏതാണോ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് കറസ്പോണ്ടിങ് നമ്പർ വെച്ചാണ് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഇൻ പവേഴ്സ് ഓഫ് 10ൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തത്. സോ ദിസ് ഈസ് എ സെക്ഷൻ അബൌട്ട് ഡെസിമൽ ഫ്രാക്ഷൻസ്. Okay, that is the end of the section. Manorama Horizon. Learning made simple.